ക്രിസ്തുവിന്റെ പ്രതിമ തകർത്തത് തങ്ങളുടെ സൈനികൻ തന്നെയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സ്ഥിരീകരണം. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലി സൈനിക വേഷത്തിലുള്ള ഒരാൾ പ്രതിമ തകർക്കുന്ന ചിത്രം എക്സ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചത്. ഇതോടെ വിവിധ ക്രിസ്തീയ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുറ്റസമ്മതവും തിരുത്തൽ നടപടികളുമായി ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത്. സൈനികൻ പ്രതിമ തകർക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട സൈനികർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ സൈനിക വക്താവ് പറയുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ലെബനനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇസ്രായേലി സൈനികനാണ് ചിത്രത്തിലുള്ളത് എന്ന് വ്യക്തമായി എന്നാണ് IDF പ്രസ്താവനയിൽ പറയുന്നത്. ഈ പെരുമാറ്റം സൈനികരിൽ നിന്ന് IDF പ്രതീക്ഷിക്കുന്ന മൂല്യങ്ങൾക്കും അച്ചടക്കത്തിനും തികച്ചും വിപരീതമാണ്. സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. തകർത്ത ക്രിസ്തു പ്രതിമ അതിന്റെ സ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്ന് സൈന്യം അറിയിക്കുന്നു. ഹിസ്ബുള്ളയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് തങ്ങളുടേത് എന്നും മതപരമായ ചിഹ്നങ്ങളോ ആരാധനാലയങ്ങളോ പൊതുജന അടിസ്ഥാന സൗകര്യങ്ങളോ തകർക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നും ഇസ്രായേൽ വിശദീകരിക്കുന്നു.